എന്താണ് ഇത്ര ടെൻഷൻ? എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഹായ് ഓൾ, ഇറ്റ്സ് മീ കാവ്യ. വെൽക്കം ടു മൈ പ്രണയം നിറച്ച ഫെബ്രുവരി കഴിഞ്ഞുപോയി. ഇത് മാർച്ച് മാസം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും ടെൻഷൻ നിറഞ്ഞൊരു മാസമാണ്. എന്താണെന്നല്ലേ? ഈ EMI എടുത്തവരും പ്രോപ്പർട്ടി ലോൺ ചെയ്തവരും എല്ലാവർക്കും നോട്ടീസ് വന്ന് അത് തിരിച്ചടയ്ക്കണമല്ലോ, ചിലർക്ക് ജപ്തി, ഇത്തരത്തിലുള്ള ടെൻഷൻ നിറഞ്ഞ് ചിലരൊക്കെ സൂയിസൈഡിൻ്റെ വക്കത്ത് വരെ എത്തി നിൽക്കുന്നവരായിരിക്കും. നേരെ മറിച്ച് കുറച്ച് പൈസയൊക്കെ ഉള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ, പൈസ കൂടുതലുള്ളവരുടെ കാര്യം നോക്കുവാണെങ്കിൽ അവർക്ക് ഈ ടാക്സ് അടയ്ക്കണം, ടാക്സ് റിട്ടേൺ ചെയ്യണം, ഈ ടാക്സ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറേ ഇൻഷുറൻസ് ഓടി നടക്കും. ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ പൈസ കൊയ്യുന്നവർ ഇൻഷുറൻസ് കമ്പനികളായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻസ് മേഖലയിലും ബാങ്ക് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം പറയുവാണെങ്കിൽ വളരെ കഷ്ടമാണ്. അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒരു തരി സമയം പോലും കിട്ടില്ല. ഓഡിറ്റിങ്, കണക്കെടുപ്പ്, ഇത്തരത്തിലുള്ള ഭയങ്കര തിരക്കായിരിക്കും. പുറത്താണെങ്കിലും ഒടുക്കത്തെ ചൂട്, അതിനേക്കാൾ വലിയ ചൂടായിരിക്കും ഇവരുടെ എല്ലാം തലക്കകത്ത് ഉണ്ടാവുന്നത്. പൈസയുള്ളവർക്ക് പൈസ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു സമയം, പൈസ ഇല്ലാത്തവർക്ക് പൈസ ഒപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന ടെൻഷൻ. ഇതാണ് പൊതുവെ മാർച്ച് മാസം എന്ന് പറയുന്നത്. പക്ഷേ ചില വലിയ വലിയ കമ്പനികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, ഈ മാർച്ച് മാസത്തിലായിരിക്കും പല കമ്പനികളിലും ചില തീയും പുകയും പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആവാം, അതല്ല എന്തെങ്കിലുമൊക്കെ അപകടങ്ങളാണ്, ആക്സിഡൻ്റലി സംഭവിച്ചതാണെന്ന് പറയപ്പെടുമെങ്കിലും ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടും ഓഡിറ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അങ്ങനെ പല തന്ത്രങ്ങൾ എല്ലാവരും അല്ലേ, പലരും അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് എനിക്ക്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണക്കാരന് എങ്ങനെ പൈസ ഒപ്പിക്കും എന്ന ടെൻഷൻ, അതേ സ്ഥാനത്ത് ഫിനാൻഷ്യലി നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവർക്ക് ഈ പൈസ എന്ത് ചെയ്യും എന്ന ടെൻഷൻ. അവിടെ തന്നെ പലപ്പോഴും ഒരു സംശയം തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ളവർക്കാണ് പലപ്പോഴും ഇൻഷുറൻസും അതിൻ്റെതായ കവറേജും എല്ലാ സുരക്ഷയും ഉള്ളത്, എല്ലാം കൊണ്ടും വെൽ സെറ്റിൽഡ് ആയവർക്ക്. എന്നാലും സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള സുരക്ഷയോ കാര്യങ്ങളോ ഒന്നും വരാത്തത്, അത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ചെറിയ സംശയമാണ്. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ ഒരു ബാങ്കിൽ നിന്ന് ഒരേ ഒരു ലോൺ മാത്രം എടുത്തിട്ടുണ്ടാവും, പിന്നീട് അവന് ഒരു സ്ഥലത്തുനിന്ന് ഒരിക്കൽ പോലും ലോൺ കിട്ടില്ല. എന്തോ സിബിൽ സ്കോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ അല്ലാതെ അപ്പം പൈസ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് എത്ര ലോൺ വേണമെങ്കിലും കിട്ടും. സിബിൽ സ്കോർ ഒന്നും ബാധകമല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കേട്ടറിവുകൊണ്ട്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഇതൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളാണ്. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിൽ കൂടി എന്താണെന്ന് നോക്കാം.